ഇപ്പുറത്തെ ക്ലാസ്സിലും കൂടെ ഒരു വൈപ്പർ വെക്കേണ്ടതായിരുന്നല്ലേ അല്ലേ? ചള്ള 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 ചേച്ചി മാറി ചേച്ചി. ഇതിപ്പോ ടൈറ്റാനിയത്തിലേക്കല്ലേ പറഞ്ഞിരിക്കുന്നത്? പക്ഷെ നമ്മൾ ഇവിടുന്ന് അങ്ങ് വരെ ചെല്ലുമ്പോഴത്തേക്ക് വെള്ളം 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 അങ്ങ് ചെല്ലുമ്പോഴത്തേക്ക് തിരക്കും ബ്ലോക്കൊക്കെ ആയില്ലേ? 3 മണിയൊക്കെ ആവത്തില്ലേ? കുഴപ്പമില്ലല്ലോ. വരാൻ പറഞ്ഞോ? വരാൻ പറഞ്ഞെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. ഈ പണി ഇനി പണി മറ്റേ ഫയർഫോഴ്സുകാർക്ക്, ഈ KSEB-ക്കൊക്കെ ഇനി നല്ല പണിയായിരിക്കും. അങ്ങോട്ട് ഇനി നല്ല പണിയായിരിക്കും. എടാ എങ്ങനെ ഇവിടുന്ന് നേരെ റൈറ്റ് എടുക്കണ്ടായോ? നേരെ പോകാൻ പറ്റുമോ? ആഹാ, ഇങ്ങനെയൊന്ന് കയറിയോ? അത് ശരി. പോയിട്ട് വരുമല്ലോ. നമ്മൾ ഓൾറെഡി എൻവലപ്പ് ചെയ്തിട്ടുണ്ട്. പോണോ? ഒത്തിരി പോകണ്ട, നിനക്ക് ഇവിടെ കയറി പോകണ്ട. അവിടെ കയറി പോകാൻ പറ്റത്തില്ലല്ലോ. പെട്ടെന്ന് പോട്ടോ. സൈഡ് കുഴപ്പമില്ല. ഒത്തിരി പിടിക്കണ്ട. ഇൻഡിക്കേറ്റർ എടുത്ത് വെച്ചേക്ക്. ഇതൊരു ചാടി കയറി പോട്ടോ. കഴിഞ്ഞിട്ട് ഇവിടെ ചെയ്തതിന് എത്രയായി? ഇവിടെ 50-60 ഉണ്ടായിരുന്നു. അത്രേ ഉള്ളൂ? അവിടെ ഭയങ്കര റേറ്റ് കൂടുതൽ. നമ്മൾ മുളക്കാൻ ചിലപ്പോൾ 80 രൂപ, ഇവിടെ 30 രൂപ. കുഴപ്പമില്ല, ഭയങ്കര ചാർജ് ആയി പോയല്ലോ. മഴ വിഷയവാ. ഇനി അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഇനി ബ്ലോക്കും കാണാതിരുന്നാൽ മതിയായിരുന്നു. ബ്ലോക്കേ ഈ പോകുന്ന സമയം നല്ല കറക്റ്റ് ടൈമാ. തിരക്കിൻ്റെ കറക്റ്റ് ടൈമിലോട്ടാണ് ചെന്ന് കയറുന്നത്. ഇവിടെ വണ്ടി ബൈക്ക് പറ്റിയാ പോകുന്നത്. ആണോ? വെള്ളം കൂടി. മഴക്കോളാണല്ലോ ഇനി വരുന്നത്. അങ്ങോട്ട് തകർത്ത മഴയാന്ന് തോന്നുന്നു കേട്ടോ.
മഞ്ഞ് മൂടി കിടക്കുന്നേ, കാണുന്നില്ലല്ലേ? ആ വണ്ടി കാണുന്നില്ല, തകർത്ത് പെയ്യാന്ന് തോന്നുന്നു. ഈ വണ്ടി റണ്ണിങ് ആകുമ്പോൾ കുഴപ്പമില്ല കേട്ടോ, പക്ഷെ വണ്ടി നിർത്തിയിടുമ്പോഴേ പോട്ടെ 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 നിർത്തിയിടുമ്പോൾ വെള്ളം വീടും. ആ വണ്ടി നിർത്തിയാൽ വെള്ളം വീഴും, നിർത്തിയില്ലേ കുഴപ്പമില്ല, ഇതുവരെ കുഴപ്പമില്ല, അത് വിഷയമാണ്. കാണുന്ന പോലില്ല, തകർത്ത മഴ. എല്ലാം കാണുന്നുണ്ടോ നിനക്ക്? നോക്കണേ, ബൈക്കുകാരെ കയറി പോവേ. ആ ഇല്ല, ഡോർ അടയ്ക്കാൻ മാട്ടെ. 80% കിട്ടും. വീടിനപ്പുറത്ത് എന്നതായിരുന്നു, എന്നാ കാറ്റായിരുന്നു. ഒരിടത്തെ ഈ കാറ്റ് കിട്ടത്തില്ല കേട്ടോ. ആംബുലൻസുകാരൊക്കെ സമ്മതിക്കണം. പഠനം കുഴപ്പമില്ല. നമ്മളിപ്പോ ഇന്ന് ഒറ്റ ഡെലിവറി ആയിരുന്നു, നാളത്തെ കുഴപ്പമില്ല. നമ്മൾ 4 വേണ്ടി ഡെലിവറി ആയിരുന്നു പെട്ടുപോയത്. നമ്മൾ ആരോട് വഴിയില്ല, അതായത് എവിടെ വണ്ടി നിർത്തും. എന്ത് വിഷയം അറിയോ? ഞാൻ മറ്റേ കിടക്കുക മഴയത്ത് ഷാർപ്പ് അഴിച്ച് കയറ്റി ഇവിടുന്ന് എങ്ങനെ രാജ്യം വേണം. പക്ഷെ വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളങ്ങോട്ട് പോകുന്നു, കറങ്ങി തിരിഞ്ഞ് വീണ്ടും ഇങ്ങോട്ട് വരുന്നു. അതാണ് വിഷയം. വീണ്ടും കറങ്ങി തിരിഞ്ഞ് വരുവാ. അടുത്ത ബ്ലോക്കിനുള്ള വകുപ്പായി, അടുത്ത ബ്ലോക്കിനുള്ള വകുപ്പായി. ഗ്ലാസ് ഉടയ്ക്കണോ? നല്ലതാ. ഇതിൻ്റെ ഇടയ്ക്ക് ഇനി ബസ്സും കൂടെ പണി തന്നു. ഒന്നാമത് ചെറിയ വഴിയാണ്. തോളത്തില്ല, ഒന്നാമത് ചെറിയ വഴി. അതിൻ്റെ ഇടയ്ക്കൂടെ കട്ടപ്പുറത്ത് കിടക്കുന്ന വണ്ടിയൊക്കെ എടുത്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് വേണ്ടി വല്ല കാര്യമുണ്ടോ? വണ്ടി ആളും ഇല്ല, ബോർഡും ഇല്ല, ഒന്നുമില്ല. ഒന്നാമത് ചെറിയ വഴി, അതിനിടയ്ക്ക് വണ്ടി ബ്ലോക്കായിട്ട് കിടന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഗ്ലാസ് കൊടുക്കണോ? വേണ്ടല്ലോ, തുണി അങ്ങ് മാറ്റിയേക്കട്ടെ. പോട്ടെ പോട്ടെ പോട്ടെ. വണ്ടി റിവേഴ്സ് ആവേ. ഒന്നാമത് ചെറിയ വഴി, അതിന്റെ ഇടയ്ക്കൂടെ നമ്മൾ ഇറ്റാച്ചൊക്കെ വെള്ളത്തിൽ കിടന്ന് പണിയുന്നുണ്ടോ? കുളിക്കുവാണ് കഴിയാൻ പറ്റൂ. ശരിയാക്കിയിട്ട് വേണം ഇളക്കിയിട്ട് വീണ്ടും പണിയാൻ. എല്ലാം ശരിയാക്കിയിട്ട് വേണം. ഒരു സൈഡിൽ നിന്ന് വാട്ടർ അതോറിറ്റി, കേബിള്, എല്ലാത്തിനും കുഴി എടുത്ത് തുടങ്ങാൻ. പണിതാലേ പണിയാൻ പറ്റൂ. റോഡ് ഫുള്ള് ക്ലിയർ ആക്കണം. ക്ലിയർ ആക്കിയതിന് ശേഷമേ ഞങ്ങൾക്ക് അടി അടി അടി
എന്താണ് പടച്ച പെട്ടെന്ന് ഒരു നീട്ടി വിളി അതെ എപ്പോ എത്താൻ എത്താനാണെന്നോ? നീലേ പറഞ്ഞേ 1 മണിക്കൂറിലേക്ക് എത്തുന്നത്. നീയല്ലേ പറഞ്ഞങ്ങനെ? ആ ഞാൻ പറഞ്ഞു. എന്നോട് അപ്പഴേ പറഞ്ഞു വേണോ പൊക്കോളാൻ പറഞ്ഞു. ശരിയായി നീ പറഞ്ഞല്ലേ ഫുള്ളും കുറ്റം പറയണോ? ആ കൊള്ളാം, നല്ലതാ. മൈസൂരൊന്നും മഴ കാണത്തില്ലല്ലോ. നീ വരുമല്ലേ കൂടെ വരുമെന്നാ പറഞ്ഞത്. നമ്മൾ എവിടെ പോകുന്നോ അതിന്റെ പുറകിന് വരുമെന്നല്ലേ. പുലുക്കാതെ ഓടിക്കും. എന്തിനേറ്റ് പുലുക്കുന്നേ? എന്റെ അല്ല റോഡ്, നാഷണൽ അതോറിറ്റി റോഡാ. നമ്മളിപ്പോ ഏകദേശം കൊട്ടിയം തമ്പുരാൻ അറിയാം കൊട്ടിയൊക്കെ ആകാറായെന്ന് തോന്നുന്നു. റോഡൊക്കെ പൊളിച്ചിട്ടിരിക്കുന്നതുകൊണ്ട് ഒന്നും മനസ്സിലാവണോട് നമുക്ക് ആ വഴി അങ്ങനെ കയറി പോകണം. ആള് പോകുന്നു ഇടിച്ചിടല്. ആ വൈപ്പറിന് റെസ്റ്റ് കൊടുക്ക്, കുറെ നേരമായി അത്. MT-03 R15. R15 ഒക്കെ കമ്പനി വെള്ളമൊക്കെ ഇറക്കി തുടങ്ങിയോ? വെള്ള കളറ്. എടാ ഇനി 60 കിലോമീറ്ററോ? 60 കിലോമീറ്ററോ? അടിപൊളി. 3, 4, 5 മഷാല്ലാ. ചായ കുടി സമയത്ത് കയറാം. അടി ബസ് കണ്ടോ? ബസ് കാണാൻ നല്ല രസമാണ്, പഴയ ടൈപ്പ്. ലൈലാൻഡ് അല്ലേടാ? ഈ റോഡ് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ മോനെ, പിന്നെ വെച്ച അലക്കാം. പിന്നെ ഇതൊക്കെ ഓർമ്മയാവൂല്ലേ ഈ വഴിയൊക്കെ. അതുകൊണ്ട് ഇപ്പോഴേ വഴിയൊക്കെ എടുത്ത് വെച്ചേക്കാം. ഇപ്പം എടുത്ത് വെച്ചേക്കാം. നാളെ ഈ വഴി വന്നു കഴിയുമ്പോൾ ഇനി ഈ വഴി എങ്ങനെ ആയിരുന്നു എന്ന് നോക്കി താരകം തന്നെ നോക്കി നടന്നു. ഒരു ഹോൺ ബോർഡ്. ഏതാ റോഡ് അങ്ങനെയാണോ പോകുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. കുഴിഞ്ഞ് അങ്ങോട്ട് അത് വീട് പോവാ. ഇല്ല, ഹൈറ്റ് കൂട്ടുവായിരിക്കാം. അത് ചിലപ്പോ ഹൈറ്റ് കൂട്ടുമായിരിക്കടോ. ഈ മഴ പെയ്ത് കഴിഞ്ഞാൽ അന്തരീക്ഷം നല്ല രസമാണ്. പക്ഷെ ഇങ്ങനെ പെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇത് വളരെ ദുർഘടകരവും ദുഷ്കരവും ആവുമല്ലോ. അല്ല ഈ മഴയെ ഇങ്ങനെ പെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എന്തോ ആയിരിക്കും അവസ്ഥ? എന്നെ മോനെ കുതിരയല്ല കേട്ടോ, പോത്താ. ഞാൻ വിചാരിച്ചു കുതിരയാണ്. കുതിരയല്ല, അത് പോത്താണ്. ഹേ പോത്ത്. ഇല്ല സ്റ്റാർട്ട് ചെയ്തോ? മഞ്ഞയാ. അതിന് റെഡാവും. അനുവിനെ വിട്ടു. ആകാശ്, ഇതാണ് ആറ്റിങ്ങൽ ടൗൺ. ഇല്ലാത്ത ചൂടൊക്കെ എന്താ കയ്യിൽ സ്വന്തം എടുത്തിട്ട് ചെയ്യുമോ അതോ? ആ ഒരു ഹോൺ ബോട്ട് കയറിപ്പോ. റിസ്ക്. ആ പോട്ടെ. ആണോ? നമ്മളെങ്ങും ആയില്ല കേട്ടോ. 2 മണിക്ക് എത്തണമെന്ന് പറഞ്ഞിടത്ത് പാതിരാത്രിയായി. എനിക്ക് കഴിഞ്ഞ നീ അങ്ങ് എടുക്കും.
അപ്പോൾ വരുന്ന വരവ് കണ്ടോ, തൊട്ട് പുറകെ നിൽക്കുക. ഒരു ഗ്യാപ്പ് കിട്ടി ഇപ്പം കയറുമെന്ന് പറഞ്ഞു. പിന്നെ കിട്ടിക്കഴിഞ്ഞാൽ വെച്ചാലക്ക് പോവല്ലോ. അവിടെ കയറിപ്പോന്ന് ഗ്യാപ്പ് വന്ന് വീണ്ടും ബൈക്കിലായി ഇവിടെ കയറി ഇറങ്ങി പോവായിരിക്കും. ഓണ്ട പോകും. അയ്യോ എൻ്റെ അമ്മോ, ഇവിടെ ലെഫ്റ്റൊക്കെ എന്തുവാടെ ഇമാര് കാണിച്ചേ? സൈഡിൽ പോകല്ലേ, ഞാൻ ഈ സൈഡെല്ലാം പറിച്ചോണ്ട് പോയെന്ന്. അത് അവൻ്റെ കഴപ്പ് പിന്നെ പറ്റിയിരുന്നേനെ. അവിടെ നമ്മൾ തിരിഞ്ഞു പോയത്. നാടെ എത്ര മൂപ്പിച്ച് വന്നിട്ട് ബസ് ഇടായതേ ഉള്ളൂ. വീണ്ടും മഴയാണല്ലോ. ഇത് കൊട്ടിയൊക്കെ കഴിഞ്ഞ് പാരിപ്പള്ളി ആവുന്നു. എന്തുമായിട്ടില്ലോ കുഴി എടുത്തിരിക്കുന്നത്? ഏത് വീട്? ഈ വീടോ? അത് പോയാൽ അവർക്ക് വേറെ വീട് വകുപ്പ് വെച്ച് കൊടുക്കുമായിരിക്കും. എൻ്റെ മുന്നെണ്ണ, അയ്യോ, കാണുമ്പോൾ ഇച്ചിരിയേ ഉള്ളൂ, ചാടുമ്പോൾ ഇല്ല അറിയത്തുള്ളൂ. നീ അടങ്ങ് സബൂറാവ്. അവൻ ഡ്രൈവറാ, അവൻ വണ്ടി നല്ലതായിട്ട് കൊണ്ടുപോകുന്നുണ്ട്, വെട്ടിച്ച് കയറ്റിയാലും കൊണ്ടുപോകുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ടാണ് പോകുന്നത് വണ്ടി ഓടിച്ചോണ്ട്. അല്ലാതെ മറ്റേ ക്ലിഞ്ഞ പോക്കല്ല അവൻ പോകുന്നത്. KL02 കൊല്ലം. അതേതോ വോക്സ്വാഗൺ ടൈഗറോ? വണ്ടിയും കൊള്ളാം, ഓടിക്കുന്ന ആളും കൊള്ളാം. ഉണ്ട് അടുത്തത്. ഇതെല്ലാം പോവും. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ നമ്മൾ ഈ റോഡിലാണ് കഴിഞ്ഞിട്ട് വന്ന് ഇറങ്ങിയത്. ഈ റോഡിൽ ഇവിടെ അല്ല, അവിടെ പാലത്തിനപ്പുറം. കുറിഞ്ചിതാ അവിടെ ഓട്ടർ റൈറ്റാണേ. ഒരു കൈ വെളി കിടപ്പുണ്ട് തിരിക്കാൻ. അമ്പോ എന്നതാ ഇറക്കം. മര്യാദയ്ക്ക് നേരെ പോയാലും ടയറായി ഇറങ്ങാതെ നേരെ പോകാൻ. വെട്ടിച്ചപ്പോൾ കറക്റ്റ് എല്ലാ കുണ്ടും കുഴിയും കയറ്റി ഇറക്കി തന്നെ പോകുന്നുണ്ട്. ഇനി ഇത് നീ എങ്ങനെ പോകും പറ? ഒറ്റ കുഴി വെറുതെ വിട്ടില്ല, അതാണ് ലുക്ക്. അന്യ വെട്ടിയില്ല, പക്ഷെ വെട്ടിച്ച് എല്ലാ കുഴിയിലും കയറുന്നുണ്ട്. അതെന്തോ പുഷ്പയ്ക്കാ? ഇവിടെ പുതിയൊരു പമ്പ് വരും, നേരെ ആയിരിക്കും. ഇപ്പം എല്ലായിടത്തും നേരാവല്ലേ കയറുന്നത്.
വേണ്ട ബസ് നമ്മളെക്കാട്ടി മുന്നേ കയറി പോയതില്ലേ, തല്ലിക്കയറി. എന്നിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നു. ഇത്ര സ്പീഡിൽ പോയിട്ട് വല്ല കാര്യം എന്തുണ്ടായി? ഒരു കാര്യമില്ല. ഇതിനെയാണ് പറയുന്നത് ഫിസിക്സ്. പഠിച്ചിട്ടില്ലേ? സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാ പറയാ? സ്പീഡ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നീ പിന്നെ എന്താ ഡ്രൈവറാ? എവിടുത്തെ ഡ്രൈവറാ? നീ അത് MLT ആയിരുന്നോ? നീ MLT ആയിരുന്നില്ലയോ? അതാ പറഞ്ഞ സയൻസ് എടുക്കണമെന്ന് +2-ന്. +2 സയൻസ് പഠിച്ചാൽ എല്ലാം അറിയാം, മനസ്സിലാവും. ഡിസ്റ്റൻസ് ഇൻറ്റു ടൈം അല്ലയോ? തുടങ്ങി. വിചാരിച്ചു. ഡിസ്റ്റൻസിനെ അകലത്തെ, ഡിസ്റ്റൻസ് മീൻസ് അകലമല്ലേ, അകലത്തെ ടൈം കൊണ്ട് നോർമലി 50 കിലോമീറ്റർ പോവാൻ മണിക്കൂർ വേണം. 4 പേര് സ്റ്റാൻഡിൽ നിൽപ്പുണ്ട്, 2 പേര് കയറി. ആ കണക്കല്ലേ? 2 പേര് ഇറങ്ങി, ബാക്കി എത്ര പേരുണ്ടെന്നല്ലേ? ഞാൻ പറഞ്ഞത് സ്പീഡ് കണക്കാക്കാൻ ഡിസ്റ്റൻസ് ഇൻറ്റു ടൈം. അത് ഫിസിക്സ് ആണെന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ അപ്പുറത്ത് അല്ല, ഞാൻ അത്ര എനിക്ക് എല്ലാത്തിനും ഇക്വേഷൻസ് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. നീ അത് ഇവാലുവേറ്റ് ചെയ്യാനെന്ന് എന്നോട് പറയുന്നത് എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. ഞാൻ ഇക്വേഷൻസ് മാത്രം പഠിച്ചു വെക്കും. അത് വെച്ച് റൂട്ട് മനക്കട നമ്മളെല്ലാം കണക്കെല്ലാം വായുവിലാന്നല്ലോ. എന്താ പറ്റി കൈക്ക്? അതെന്താ നിന്റെ നട്ടൽ പിടിച്ച സൗണ്ടാണ്? എടാ വണ്ടിയിട്. എടാ ബസ്സൊക്കെ ബൊലേറോ കല്ല് ഉള്ളിൽ നിൽക്കുക, കണ്ട കുലുങ്ങി നിൽക്കുന്നത്. ഈ ബസ്സുകാരനൊക്കെ തല്ലി കയറിപ്പോയി. എല്ലാ കാര്യം ഉണ്ടായിരുന്നോ? ഞങ്ങളുടെ ഒപ്പം പിടിക്കുമായിരുന്നെങ്കിലോ? അങ്ങോട്ട് എന്തോരം ആ ബ്രേക്ക് തേയ്മാനം, ടയർ തേയ്മാനം. എന്നിട്ട് എവിടെ നിൽക്കുന്നതാണ്? ഒരു ബൊലേറോടെയും ഒരു മറ്റേ ഫ്രണ്ടിൽ കിടക്കുന്ന ഏതാ? പിന്നെ നീ പിന്നെ ഏതാ വിചാരിച്ചേ? ബസ് അതുകൊണ്ടൊക്കെ. വേറെ ഏത് ബസ്സിന്റെ കാര്യം പറഞ്ഞേ? ഏത് കയറിപ്പോയ? എവിടെ നിൽക്കുന്നു? നീ വിട്ടില്ല വലിയ ടൈഗണും തല്ലി കയറി പോയതാ. അതുകൊണ്ടേക്കുന്നു കണ്ടോ. അപ്പൊ അവിടെ ആ ടൈഗന് സംഭവിച്ചത് ഷെമീനാണെന്നല്ലോ. ആ ടൈഗറിന്റെ ബ്രേക്ക് പാഡ്, ടൈഗറിനൊക്കെ വരുന്ന 4 ഡിസ്ക് ആയിരിക്കുമല്ലോ പുറകിലും, ബ്രേക്ക് ഷൂ ഒന്നും ആയിരിക്കത്തില്ലല്ലോ. അപ്പോൾ അതിൻ്റെ 4 ഡിസ്ക് പാഡ് അതൊക്കെ നഷ്ടമായല്ലേ തല്ലി കയറി പോയിട്ട്. എന്നിട്ട് ഒരേ സമയത്ത് വന്നെത്തി. അപ്പോൾ അത്രയും സ്പീഡിൽ ആ വണ്ടി തല്ലി കയറി പോയിട്ട് എന്ത് പ്രയോജനം? അങ്ങ് ചുമന്ന കത്തി നിൽക്കുവാന്നല്ലോ അങ്ങ് വരെ. അപ്പം മോനെ ഈ ബ്ലോക്ക് നോക്കണ്ടേ? ഇവിടെ എപ്പോഴും ഇവിടെ തന്നെയാടാ ബ്ലോക്ക്. ഈ സ്ഥലപ്പേരെന്തോ കൊട്ടിയല്ലേ? വണ്ടി കയറ്റി വെക്കല്ലേ. ആനവണ്ടി എന്നാ കാറ്റ. എൻ്റെ അമ്മോ, എന്നാ കാറ്റടത്? മുട്ടൻ കാറ്റാണല്ലോ, കൊടുങ്കാറ്റാണോ? നല്ല അടിക്കുന്നുണ്ടല്ലോ. എൻ്റെ അമ്മോ, അങ്ങ് പുക പോകുന്നുണ്ടോ? അവിടെ നേരെ നോക്കാം റോഡ് ആയിരിക്കും. അത് തന്നെ ആയിരിക്കുമോ? ഇല്ല, പോട്ടെ ഇവിടെ നിന്നാലും ലെഫ്റ്റ് പോകാൻ പറ്റും. ഈ വഴി ആ വഴി ആയാലും ഇല്ല, ആ വഴി പോകത്തില്ല. ആ വഴി ഞാൻ ഇവിടെ നോക്ക് എങ്ങനെ പോകും? ഇവിടെ വെച്ച് ക്ലോസ് ആ കാര്യം. ഇല്ല, അകത്തോട്ട് വഴിയില്ല. ഇല്ലെന്ന്. ഇല്ല, ആ ഗേറ്റ് വിടത്തില്ല. ഞാൻ എന്നാലേ ഉള്ളൂ. വണ്ടി കിടക്കുന്നു.
ആ വണ്ടിയാണ് ഇനി എല്ലാവരും കയറി പോവാന്ന് പറഞ്ഞ വണ്ടി. ആ In 200 meters, turn left. കൊച്ചുതരം പോയില്ലേ മക്കടി മോളെ. എൻ്റെ അമ്മോ, അയ്യോ അയ്യോ അയ്യോ. അതാ ഫ്രണ്ടിലെത്തിയ ബ്ലോക്ക്. അവിടെ അങ്ങോട്ട് ഫ്രണ്ട് എടാ ഇവിടെ സൈഡ് ഒതുക്കടാ. ഒന്ന് അങ്ങോട്ട് വണ്ടി കയറ്റി വിടുവോ? വണ്ടി കയറ്റി വിടുവോ? ഇല്ലെങ്കിൽ എന്തു ചെയ്യും? Take the ഇവിടെ മതിയോ? ഫ്രണ്ട് കയറ്റിയുണ്ടോ? ഫ്രണ്ട് കുറച്ചുകൂടെ കയറ്റിയുണ്ടോ? മതിയല്ലോ. വിളിച്ചില്ലായിരുന്നു എൻ്റെ അകത്തേക്ക് കയറി പോകാനാ വണ്ടി, സമരക്കാരുടെ ഇടയിലോട്ട്. ആര്? ഏത് പേപ്പർ വരുമോ? വരുമെന്ന് പേപ്പർ വിളിക്കുന്നത് വരുമെന്ന്. ആ എന്തായാലും ഹിന്ദിയായിട്ട് വിചാരിച്ചു, എന്നാൽ പിന്നെ അങ്ങനെ ഇരിക്കട്ടെ. ബഹകാ ഹൈ ബഹകാ ബഹഗി നസർ നെ യാറാ ബഹഗി നസർ നെ. എന്നെ പിന്നെ കണ്ട പക്ക ബംഗാളിയും പിന്നെ കണ്ട പിന്നെ പക്ക തമിഴാളിയും തോന്നുന്നതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ജിന്ദഗി സെ ജുറാനി. ഉറപ്പാ നീ കേട്ട 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 ചേട്ടാ വെള്ളം നിറച്ച് വെക്കാന്ന് പറഞ്ഞാ കുടിക്കണ്ടായോ? കുടിക്കാൻ പോകാൻ പറ്റത്തില്ലല്ലോ. എടാ വണ്ടി ലാസ്റ്റ് വേണം കേട്ടാ. അതിന്റെ പിന്നെ വണ്ടി ഇറങ്ങുമ്പോഴേ പിന്നെ വണ്ടി ഇറങ്ങത്തില്ല. നമ്മൾ കയറുമ്പോഴേ പിന്നെ ഹരിയുടെ അങ്ങ് പോവാ. അവന്റെ 300 അവൻ തരണ്ടേ? അവനോട് പറ. നേരെ പോട്ട്. ഇങ്ങനെ പോകുന്ന വണ്ടിക്കെല്ലാം ആള് കയറി കൂടെ വരുമോ? ആ നിങ്ങൾക്ക് സ്ഥലം അറിയത്തില്ലല്ലോ. ആ ഓക്കെ ഓക്കെ ഓക്കെ. അവരെ വണ്ടി അവിടെ കിടക്കുന്നില്ലേ? അതെയല്ലേ? നോക്കാൻ വന്നില്ലേ? പോകും. അതെയല്ലേ? അറിഞ്ഞൂടെങ്കിലേ അവൻ നൈറ്റ് ഒക്കെ കയറ്റുമോ? ലോഡ് പിന്നെ കേട്ടും നൈറ്റും ഉണ്ട്. എപ്പോഴും വെളുക്കവിളൊക്കെ കേട്ടും. അതെയല്ലേ? പിന്നെ ഇതെന്ത് നമുക്ക് ചാക്കായിട്ട് വല്ലതാണോ അതോ എന്തിന് പൊടിയായിട്ട് നേരം കയറ്റുവാണോ? ഇത് ചാക്ക് ചാക്ക് ചാക്ക. അപ്പൊ അത് നനയല്ലേ? ജമ്പോ കേട്ടോ. ഒരാൾ മേളിൽ കയറിയിട്ടേ അതിനെ കൊടുത്ത് ഊരി കൊടുക്കണം കേട്ടാ. എങ്ങനെ? എന്ത് മനസ്സിലായില്ല? മേളിൽ വെക്കുമ്പോഴേ ആ ഇത് 24 ടണ്ണാ. ആ അപ്പൊ മേളി ഈ എണ്ണ വെച്ചിട്ടേ മേളി ഓരോന്ന് വെക്കും. അപ്പോൾ നമ്മളത് ലോക്കില്ലേ അത് ഊരി കൊടുക്കണം. ഒരാൾ മേളിൽ കയറണം. ചേട്ടാ മനസ്സിലായില്ല. ലോക്ക് എന്തോ ലോക്ക് ഊരി കൊടുക്കണം? അവർ പറഞ്ഞുതരും. അവിടെ ചെല്ലും. ബാഗാ. അതാ അതാ ലോഡിങ്കാർ കേട്ടത്തില്ലേ അവര്? പിന്നെ അല്ല നമ്മളൊന്നും ചെയ്യിടിക്കൊന്നും വേണ്ടല്ലോ. കൂടിക്കാരാ കേൾക്കുന്നത്. ആ നമ്മൾ മേലി അവർ കയറത്തില്ല. നമ്മുടെ മേലെ കയറിയാൽ ലോക്ക് ഊരണം. അതാ മേലത്തെ വെക്കുമ്പോഴേ ഓരോന്നോരോ വെച്ച് വെച്ച് പോകും. കൊളുത്ത് വെച്ചിട്ട് മനസ്സിലാവാതിരിക്കും. കൊളുത്തേ അതിട്ടിട്ടാ അവർ കേട്ടില്ല. അപ്പൊ ആ കൊടുത്ത് നമ്മൾ ഊരി കൊടുക്കണം. താഴെ അവർ ചെയ്യും. താഴെ വെക്കുമ്പോ അവരെടുക്കും. മേലിൽ നമ്മൾ എടുക്കണം. അതല്ലേ? അത് ആളില്ലേ സമരം. അതിനെ കണ്ട നിങ്ങൾ വണ്ടിയില്ല. അത് ഇവിടുത്തെ ഇവരാണോ? ജോലിക്കാരാണോ സമരം ചെയ്തത്? ജോലിക്കാരാ അത്. അതെന്തിനാ അവർ സമരം ചെയ്യുന്നത്? എന്തിന്റെ ഇത് പേരില്ല? സമരങ്ങളുടെ അവകാശങ്ങള് അവരുടെ ഡിമാൻഡുകളെ ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയാണോ? കൂട് വേണമെന്ന്. ആ ഹാ 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 ഹാ. ടീച്ചറിന്റെ
നിങ്ങൾ ചേട്ടനൊന്നും ആ സംരംഭത്തിലില്ലയോ? ആ ട്രാൻസ്പോർട്ട് അതിന്റെ സെക്ഷൻ അല്ലേ? വീട് ഇവിടെ തന്നെ ആണോ? കൊല്ലത്തുള്ള. അപ്പൊ ഡെയിലി പോവോ? വലത്തേക്ക് കിട്ടി. ഇങ്ങനത്തെ ചാക്കാന്ന് കേട്ടോ. അടാ കൊണ്ട് കയറ്റുന്നത് കുമ്മായ അല്ലേ? ആ അടിപ്പായിടണം അല്ലേ? ഡെക്കിലെ വെള്ളം മാറിയോ? വെള്ളമായിരിക്കും അല്ലേ? വെള്ളം കുറവാ. പിഗ്മെന്റ് ലോഡിംഗ് ക്ലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലീൻ ആണ്. പക്ഷെ മഴ പെയ്ത് വെള്ളത്തിന്റെ വെള്ളം ഉണ്ടെങ്കിലേ ഉള്ളൂ. വണ്ടി മഴ ആണല്ലോ, മഴയത്തല്ലേ വണ്ടി വരുന്നത്. അതിപ്പോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ, മഴയല്ലേ. എടുക്കാൻ വരുന്ന ഏത് വണ്ടിയാലും ഇങ്ങനെ തന്നെയല്ലേ വരുന്നത്. ആ എടുത്തേക്കാണോ? എടാ ചാക്ക് വലത്ത് ഏതാ? വലത്തേക്കാണോ? അകത്ത് കയറണോ? ആ പോട്ടെ. ആ വണ്ടി കൂട്ടാൻ അപ്പുറം തിരിച്ചാണോ? ഏതാ ലോറിക്ക് അപ്പുറമോ? നേരെ പറ അങ്ങോട്ടോ? പുറകോട്ട് കയറ്റിയിടണം അല്ലേ? എടാ ഇങ്ങനെ മിഷൻ വെച്ചാ കയറ്റുന്നത് അല്ലയോ? ആ എടാ അവിടോട്ട് കയറ്റാൻ നിൽക്കുന്നത്. ഞാൻ ഇറങ്ങട്ടെ. ചേട്ടാ ഇവിടെ റിവേഴ്സ് സൈഡ് ഇടാനോ? ആ ഡെക്ക് താക്കണോ? താക്കണ്ട. ആ